ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ വമ്പൻ സിനിമ ബറോസിന്റെ ഈ കാണുന്ന ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലാലേട്ടൻ ഭൂതത്തിന്റെ വേഷത്തിലെത്തുന്ന വിവിധ ലുക്കുകളിലെല്ലാം തന്നെ എത്തുന്ന സിനിമ ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 25 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു ഫാന്റസി 3D സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബറോസിന്റെ ഒരു വമ്പൻ ഗ്രാൻഡ് പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ കൃത്യം ഒരു മാസത്തിൽ താഴെ മാത്രം സമയമേ ബാക്കിയുള്ളൂ. ആശീർവാദിന്റെ തന്നെ മറ്റൊരു വമ്പൻ സിനിമയായി എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് ശേഷം എമ്പുരാൻ പാക്കപ്പ് ആയതിനു ശേഷം ലാലേട്ടൻ ബറോസിന്റെ പ്രൊമോഷനിലേക്ക് കടക്കുന്നതാണ്. കാത്തിരിക്കാം സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻ അപ്ഡേറ്റുകൾ കേട്ടാം. അടുത്തയാഴ്ച ഡിസംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അല്ലു അർജുൻ നായകനായി എത്തുന്ന ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ ഡിസംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കേരള പ്രൊമോഷൻ നാളെ നവംബർ 27 വൈകിട്ട് 5 മണിക്ക് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. സുകുമാരന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ, ശ്രീലീല, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഒരു മികച്ചൊരു പ്രൊമോഷൻ പരിപാടി തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കോവിഡ് കാലത്ത് പുഷ്പയുടെ ആദ്യ ഭാഗം റിലീസ് ചെയ്തപ്പോഴും അല്ലു അർജുനും ഒപ്പം രശ്മികയും കേരളത്തിൽ പ്രൊമോഷനായിട്ട് എത്തിയിരുന്നു. ഇത്തവണ ഫഹദിനെ കൂടി പ്രൊമോഷൻ പരിപാടികളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോർ എന്റർടൈൻമെന്റ് ആണ് സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതിനിടയിൽ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രീസെയിൽ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ നിലവിലെ ബുക്കിംഗ് ആരംഭിച്ച സിനിമയുടെ വിദേശരാജ്യ ബുക്കിംഗ് എല്ലാം തന്നെ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ടിരുന്നു. നോർത്ത് അമേരിക്കൻ പ്രീസെയിൽ പുറത്തു വരുമ്പോൾ $2 മില്യൺ മുകളിലേക്ക് സിനിമയ്ക്ക് അവിടെ പ്രീസെയിൽ വന്നിരിക്കുകയാണ്. അതായത് റിലീസിന് ഒരാഴ്ച ബാക്കി നിൽക്കവേ 16 കോടിയിലധികം ഗ്രോസ് വിദേശ രാജ്യത്ത് നിന്ന് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വമ്പൻ ബോക്സ് ഓഫീസിന് സിനിമ തുടക്കമിടാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കൂ പുഷ്പയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.